കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നു. മലയോര മേഖലയിൽ ശക്തമായ മഴ. വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് മേഘ ചേരുകയാണ്. മേഘ, ഈ നിലവിൽ ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിൽ കോഴിക്കോട് പെടുന്നില്ലെങ്കിൽ പോലും ശക്തമായ മഴ ജില്ലയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരുവഴിഞ്ഞിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ടോ നിലവിൽ? സിജു, അതായത് കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ മലയോര മേഖലയിൽ വലിയ തരത്തിൽ മഴ പെയ്തിരുന്നു. വനാതിർത്തിയിൽ ഉൾപ്പെടെ മഴ പെയ്യുന്നുണ്ട് എന്നതാണ് ഈ പ്രദേശത്ത് മലയോരത്ത് താമസിക്കുന്ന ആളുകളൊക്കെ തന്നെയും പറയുന്നത്. അതുകൊണ്ടാണ് ഇരുവഴിഞ്ഞിപ്പുഴയിൽ വലിയ തരത്തിലുള്ള മലവെള്ള പാച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ, അതായത് മുത്തപ്പൻ പുഴയിൽ ഉൾപ്പെടെ വലിയ തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ജാഗ്രതാ നിർദ്ദേശം നിലവിലെ സാഹചര്യത്തിൽ നിലവിൽ നൽകിയിട്ടില്ല. കാരണം വനമേഖലയിൽ മഴ പെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രദേശത്തൊന്നും മഴ, അതായത് ഈ ജനവാസ മേഖലയിൽ ഒന്നും തന്നെയും മഴ പെയ്യുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള മലവെള്ളപ്പാച്ചിൽ ഒരു ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. വനാതിർത്തിയിൽ ഏതെങ്കിലും തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ആശങ്ക കൂടി ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളൊക്കെ തന്നെയും പങ്കുവെക്കുന്നുണ്ട്. സിജു, ശരി, മേഘ മാധവനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഏതായാലും സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ മഴയുണ്ടാകും. വടക്കൻ ജില്ലകളിൽ പാലക്കാട്, വയനാട് ഉൾപ്പെടെയുള്ള 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വയനാട് ദുരന്തമുണ്ടായ ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിലും കനത്ത മഴ തുടരുകയാണെന്നുള്ള വിവരമാണ് വയനാട്ടിൽ നിന്ന് ജോഷിലയും അതോടൊപ്പം തന്നെ കോഴിക്കോട്ടെ വിവരങ്ങൾ മേഘയും പങ്കുവച്ചത്.